നമസ്കാരം. ഹായ്. വാണ്ടർസ്കേപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലിവർപൂളിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ബിൽഡിങ്സ്, റോയൽ ലൈവർ ബിൽഡിംഗ്. ലിവർപൂളിലെ വാട്ടർ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്. മേഴ്സി നദിയുടെ തീരത്താണ് ഇതുള്ളത്. എൻ്റെ പിന്നിൽ കാണുന്ന 3 ബിൽഡിങ്സ് സംയുക്തമായിട്ട് 3 ഗ്രേസസ് എന്നാണ് അറിയപ്പെടുന്നത്. റോയൽ ലൈവർ ബിൽഡിംഗ്, കനാട്ട് ബിൽഡിംഗ്, പോർട്ട് ഓഫ് ലിവർപൂൾ ബിൽഡിംഗ്. അപ്പോൾ ഇതിൽ റോയൽ ലൈവർ ബിൽഡിംഗ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത്. ഇന്ന് ലിവർപൂളിൻ്റെ തന്നെ മുഖമുദ്ര എന്ന് പറയാവുന്ന ഈ ലൈവർ ബിൽഡിംഗ് 1908 പണി തുടങ്ങിയത്. വെറും 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പണി കഴിഞ്ഞ് ഇത് ലിവർപൂൾ വാട്ടർ ഫ്രണ്ടിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി തീർന്നു. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമാണ്. ഒരു ഗ്രേഡ് 1 ബിൽഡിങ്ങും കൂടിയാണിത്. ഇതൊന്നുമല്ലാതെ വേറെയും ചില പ്രത്യേകതകൾ ഈ ബിൽഡിങ്ങിനുണ്ട്. ഒന്നാമത്തെ പറയുകയാണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ RCC ഉപയോഗിച്ചുണ്ടാക്കിയ ബിൽഡിങ്ങുകളിൽ ഒന്നാണ് ഈ ബിൽഡിംഗ്. പിന്നെ ഏകദേശം 100 മീറ്ററോളം ഉയരമുള്ള ഈ ബിൽഡിങ്, അതായത് 98.2 മീറ്റേഴ്സാണ് ഇതിൻ്റെ ഉയരം. അപ്പോൾ ഈ ബിൽഡിംഗ് ബ്രിട്ടനിലെ ആദ്യത്തെ സ്കൈസ്ക്രേപ്പേഴ്സിൽ ഒന്നായിരുന്നു. പിന്നെ നമ്മൾക്ക് ഈ ബിൽഡിംഗ് കാണുമ്പോൾ, ലൈവ് ബിൽഡിംഗ് കാണുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ക്ലോക്കുകൾ. ക്ലോക്ക് ടവേഴ്സ് 2 ഉണ്ട്. ഈ ക്ലോക്ക് നല്ല താഴ്ന്നു നോക്കുമ്പോൾ നമുക്ക് തോന്നില്ല, പക്ഷേ നല്ല കൂറ്റൻ ക്ലോക്കുകളാണിത്. ഓരോന്നും 25 അടി വലിപ്പമുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബെന്നിനേക്കാളൊക്കെ വലിയ ക്ലോക്കാണിത്. UK തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ ഡ്രിവൻ ക്ലോക്കാണ് അത്ര ഇത്. അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകതകൾ ഈ ക്ലോക്കിനും ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ലൈവർ ബേർഡ്സ്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കാണുന്ന 2 പക്ഷികൾ ലൈവർ ബേർഡ്സ് എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത്. ഇതൊരു കാൽപ്പനിക പക്ഷിയാണ്. പക്ഷേ ഇപ്പോൾ ബേർഡ് വാച്ചേഴ്സിനൊക്കെ കൗതുകം തോന്നാൻ ഇതിന് ഒരു കോർമറൻ്റെ ഛായയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒരു മിഥിക്കൽ ബേർഡാണ്. യഥാർത്ഥത്തിൽ ഇതുപോലൊരു പക്ഷിയില്ല. ഈ ലൈവർ ബിൽഡിങ്ങിൽ കാണുന്ന ഈ 2 പക്ഷികൾ ബെല്ല ആൻഡ് ബെർട്ടി, അതാണ് ഇതിൻ്റെ പേര്. ബെല്ല കടലിലേക്ക് നോക്കിയിരുന്ന് നാവികരെ സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. ബെർട്ടി ലിവർപൂൾ നഗരത്തിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ നിവാസികളെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ 2 പക്ഷികളും കൂടി ഈ നഗരത്തിൻ്റെ സംരക്ഷകരാണ് എന്നുള്ളൊരു ഐതിഹ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ കൂറ്റൻ പക്ഷികൾ 18 അടി വലുപ്പമുണ്ട്. അവരുടെ തല മാത്രം 3.5 അടി വലുപ്പമാണ്. പിന്നെ ചിറകുകളുടെ വിസ്തീർണം 12 അടി. അങ്ങനെ ഒരു ഹ്യൂജ് സ്ട്രക്ചറാണത്. അതിവിടെ വന്നിങ്ങനെ അടുത്ത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ അത് മനസ്സിലാവുക. ദൂരേന്ന് കാണുമ്പോൾ ഇതൊരു ചെറുതാണെന്ന് തോന്നിച്ചാലും അടുത്ത് വരുമ്പോൾ വളരെ വലുപ്പമുള്ള, നമ്മളൊക്കെ ചെറുതായി പോകുന്ന ഒരു കാര്യം. അപ്പോൾ ഈ റോയൽ ലൈവർ ബിൽഡിംഗ് ഇത്രയും കാലം പബ്ലിക്കിന് ഓപ്പൺ ആയിരുന്നില്ല. പുറത്തുനിന്ന് ഇങ്ങനെ കാണാമെന്നല്ലാതെ അതിൻ്റെ പിന്നിലത്തെ അല്ലെങ്കിൽ ഉള്ളിലൊന്നും പബ്ലിക്കിന് ഫ്രീ ആക്സസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ മാസം മുതൽ അവരത് പബ്ലിക്കിനൊരു ടൂറൊക്കെ ആയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അതിനുള്ളിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതൊക്കെ കാണാം. അങ്ങനെ കാത്തിരിക്കുകയാണ് നല്ല ടേൺ ആവാൻ. ഇവിടെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലൈവർ ബിൽഡിങ്ങിൻ്റെ. ചെറിയൊരു ഇൻ്ററാക്റ്റീവ് സ്റ്റൈലിലാണ്. ഒരു ബട്ടൺ അമർത്തിയ അതിൻ്റെ ഇതൊക്കെ
കാണിക്കാം. അപ്പോൾ ലൈവോ ബേർഡ്സിൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കത്തും. കുട്ടികളെ അട്രാക്ട് ചെയ്യാനാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു സ്ക്രീനൊക്കെ ഉണ്ട്, അതിൽ അവർ കുറച്ച് ഹിസ്റ്ററി ഒക്കെ കാണിക്കുന്നു. റിസപ്ഷൻ ഏരിയയിലാണ്. നല്ല ഭംഗിയുള്ള മാർബിൾ. പത്താമത്തെ നിലയിലേക്ക് പോവാണ് നമ്മള്. ഭയങ്കര ഒരു ഫീലല്ലേ, വേറൊരു ഫീലാണ്. മാർബിളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. പത്താം നിലയെന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. നല്ല വ്യൂ. മഴസി നദി ഇതാ പരന്നൊഴുകും. അസല വ്യൂ കേട്ടോ. മഴസി നദി കാണാം, ആൽബർട്ട് ഡോക്ക് കാണാം, കറിയുടെ അത് കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നദിയുടെ വലിപ്പം ശരിക്കും മനസ്സിലാവുന്നത്. ബ്യൂട്ടിഫുൾ. മൂന്ന് ലെവലേ നടന്നിട്ടുള്ളൂ. എൻ്റെ ഇപ്പൊ തന്നെ വളരെ നാരോ ആണ്. സ്പൈറൽ. സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ കുത്തി താഴെ വീഴും. ഞങ്ങൾ ക്ലോക്ക് ടവർ റൂമിലാണ്. 4 ക്ലോക്കാണുള്ളത്. 3 ടൈൽസും ഇവിടെ കാണാം. 4ാമത്തത് അപ്പുറത്തെ സൈഡിലാണ്, ഇപ്പോൾ കാണുന്നില്ല. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു. 100 കൊല്ലത്തെ ലിവർപൂളിലെ ചരിത്രം 1910 മുതലുള്ള culture, streets, right, very good, impressive. ഓണിലെത്തി തോന്നുന്നു. അങ്ങനെ 15ാം നിലയിലെത്തി.
വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. ഇത്രയും കാലം ഇതിൻ്റെ മുമ്പിൽ എത്രയോ തവണ വന്നിട്ടുണ്ട്, ഇങ്ങനെ അഡ്മയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുന്നു, അതിൻ്റെ മുകളിൽ കയറി ലിവർപൂളിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റുന്നു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ടൂറ് തുടങ്ങിയത് എന്തായാലും ഞങ്ങളെപ്പോലുള്ളവർക്ക് നല്ലൊരു അനുഗ്രഹമായി. ലിവർപൂളിൻ്റെ ഒരു വേറൊരു കാഴ്ച, വേറൊരു വ്യത്യസ്തമായ കാഴ്ച കാണാൻ പറ്റും. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു എക്സ്പീരിയൻസ്. എനിക്കും തീർച്ചയായിട്ടും വളരെ ഇഷ്ടമായി. അപ്പം ഇനി അടുത്ത തവണ കാണുന്നവരെ ബൈ. ബൈ.